ഇനിയിപ്പോ ഭയക്കേണ്ടത് മോളുടെ പേരിലും കൂടെ കണ്ണൻ കേസ് കൊടുക്കുമെന്നാ. അങ്ങനെ കൊടുത്താ കുഴഞ്ഞത് തന്നെ. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ലക്ഷ്മിയുടെ കുഞ്ഞങ്ങ് പോകണേന്നും. അവിടെ ഇപ്പോ എന്തായെന്ന് അറിയില്ലല്ലോ മുത്തശ്ശി. ശക്തിയായിട്ട് വീണെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ അവള് ജീവിച്ചാലും അവളുടെ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നില്ല. എന്താ കുഴപ്പമുണ്ടല്ലോ മോനെ? അവരൊക്കെ ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണല്ലോ. കുഴപ്പമൊന്നും കാണില്ലായിരിക്കും അല്ലേ മോനെ? അത് ഞാനിവിടെ നിന്ന് എങ്ങനെയാ അമ്മേ പറയുന്നേ? സിസ്റ്റർ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല സർ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാ വരുന്നേ. ഇതാ പ്രസാദം. എങ്ങനെയുണ്ട് കണ്ണേട്ടാ? ഒന്നും പറഞ്ഞില്ലടി. എല്ലാരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുക. ഏട്ടാ, ക്ഷേത്രത്തിൽ പോയപ്പോ കാണാൻ പാടില്ലാത്ത രണ്ടുപേരെ കണ്ടു. എന്റെ അമ്മയും ആങ്ങളെ. ആ, രണ്ടും വന്നത് മഹിക്കും കുഞ്ഞിനും നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാനല്ല. എന്തായാലും അറിയിച്ചിട്ടുണ്ട് എന്റെ ആങ്ങളയോട്. ഏട്ടത്തെ തള്ളിയിട്ടവള് വീണ്ടും അമ്മയാവാൻ പോവാണെന്ന്. അവന് നേരത്തെയും അവൾ അമ്മയാവാൻ പോയപ്പോ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ സ്നേഹവും ഇല്ലായിരുന്നു. അവൻ സ്നേഹിക്കുന്നത് പണത്തെ മാത്രമാ. പ്രതാപന് പറ്റിയ മരുമോനെ തന്നെയാ അയാൾക്ക് കിട്ടിയത്. അമ്മ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ടാ ഞാൻ കരുണെ പറ്റി ഒന്നും പറയാത്തത്. എന്തൊക്കെ പറഞ്ഞാലും മഹിയെ പോലെ അമ്മയുടെ സ്വന്തം മോളല്ലേ കരുണയും. എനിക്കിപ്പോ അവളെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല മോളെ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് സന്തോഷമില്ലാത്തത് അതുകൊണ്ടാ. എന്റെ ലക്ഷ്മി മോളെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കരുണ. അന്ന് പോലും ഞാൻ രണ്ടുപേരെയും രണ്ടായി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അവള് ചെയ്തത് ഒരമ്മയ്ക്കും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഒരിക്കൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അവൾ ഏങ്ങലടിച്ച് കരഞ്ഞതാ. ഒരു കുഞ്ഞു പോയാ അതിന്റെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന സങ്കടം എത്രയാണെന്ന് അവള് സ്വന്തം അനുഭവത്തിലൂടെ അറിഞ്ഞതാ. എന്നിട്ടാ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. ഡോക്ടറെ, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ഞാൻ കണ്ണനെ ഇടയ്ക്ക് വിളിക്കാം. ഒന്നും സംഭവിക്കില്ല മോനെ. ലക്ഷ്മി മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവസാന നിമിഷം അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു പോകും. ഇതുവരെ അങ്ങനെയാ കണ്ടിരിക്കുന്നത്.
മോനെ, എടാ നീ അവളെ ഒന്ന് വിളിക്കടാ. കരുണേ. ഞാൻ എന്തിനാ വിളിക്കുന്നേ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണം. എടാ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ നിനക്കറിയാലോ. എടാ മോനെ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഈ സമയത്ത് എന്തായാലും നിന്നെ വേണ്ടാന്ന് അവള് വെക്കത്തില്ല. ഓ, ഇനി വേണ്ടെന്ന് വെച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ എടാ, എനിക്ക് മനസ്സിലായി. ഇനിയിപ്പൊ കുഞ്ഞൊക്കെ അവളുടെ വയറ്റിലുള്ളതുകൊണ്ടേ നിനക്ക് ചെലവ് കൂടും. ആ സമയത്ത് അവൾ അവളുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് അത്രയും സന്തോഷം അല്ലടാ. അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. അവൾക്ക് എന്നൊരു വിലയില്ല അമ്മേ. ഏട്ടന്റെ ചെലവിൽ കഴിയുന്ന ഒരു അനിയനെന്നും പറഞ്ഞുകൊണ്ട് ഏതു നേരവും അവൾ എന്നെ കൊച്ചാക്കാൻ നോക്കുക. എടാ അതിലൊരു സത്യമില്ലേ? സത്യം ഉണ്ടെങ്കിലും ശരി, ഭർത്താവിന്റെ കഴിവുകേട് വിളിച്ചു പറഞ്ഞ ആളാവാൻ ശ്രമിക്കുന്നത് അത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മോനെ, ഭാര്യ വിശേഷം അറിയിക്കുമ്പോഴേ അവളെ പോയി കാണാത്ത ഭർത്താക്കന്മാര് കുറവാ. ഈ സമയത്ത് നീ ഒന്ന് വിളിക്കുമെന്നും അങ്ങോട്ട് ചെല്ലുമെന്നൊക്കെ കരുണ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ അവളത് ആദ്യം വിളിച്ചറിയിക്കേണ്ടത് എന്നെയല്ലേ അമ്മേ? അത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത്? എടാ, കരുണ മോള് കുറച്ച് വാശിയൊക്കെയുള്ള കൂട്ടത്തിലല്ലേ മോനെ? അവൾക്ക് വാശിയുണ്ടെങ്കിലേ എനിക്ക് അതിനേക്കാൾ വാശിയുണ്ട്. എടാ എടാ മോനെ, എടാ ദേ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞ ശേഷമേ നീ അങ്ങോട്ട് പോവാതിരിക്കുന്നത് തെറ്റാ മോനെ. നീ പോയി കരുണമോളെ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. കഴിയുമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരികയും വേണം. ഇങ്ങോട്ടോ? ഇങ്ങോട്ടല്ലാതെ പിന്നെ വേറെ എങ്ങോട്ടാ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്? അവളിങ്ങോട്ട് വന്നാലേ അവളെ മാത്രമല്ല നമ്മളെ എല്ലാവരെയും കണ്ണേറ്റ് ഇവിടുന്ന് പുറത്താക്കും. എടാ അതിനിപ്പൊ കണ്ണൻ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവളെ പറഞ്ഞു വിടാനാണോ? എടാ എനിക്കൊന്നും അറിയത്തില്ല. നിനക്ക് അവളെ പോയെന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ നോക്ക്. ഇനി അതെല്ലാം ഞാനും കൂടി വരണമെങ്കിൽ ഞാനും വരാം. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ സർജറി നടത്തുന്നതാ. ഇത് ഡോക്ടർ ഇറങ്ങിപ്പോയല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പം കാണുമോ മോനെ? അതിന് അവരൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ച ശേഷം തിരുമേനിയോട് വിവരം പറഞ്ഞായിരുന്നു. അപ്പൊ അദ്ദേഹം എല്ലാം നേരെയാവുന്ന പറഞ്ഞത്. അതേടി മോളെ, ഇനിയും ദൈവത്തിലാ പ്രതീക്ഷ. എലിസബത്ത് ഡോക്ടർ പോലും അങ്ങനെയാ പറഞ്ഞത്. തോമസ് സാർ വരുന്നു. സാറേ, ഡോക്ടർ ഒന്നും പറയുന്നില്ല. താൻ വാ, നമുക്ക് എലിസബത്തിനോട് സംസാരിക്കാം. പ്രാർത്ഥനയുടെ അളവൊന്നും ആരും കുറച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. എന്നാലും ഒരു ഭയം പോലെ. ഈ സമയത്ത് ഭയക്കല്ലേ കണ്ണാ, തൻ്റെ ഇടത്തോടെ നിൽക്ക്. താൻ വാ. എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാ മോൻ നിൽക്കുന്നത്. മാഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാ കണ്ണേട്ടന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലമ്മേ. ജീവിക്കാൻ പോലും തോന്നില്ല. ആ കരുണയെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഒരു തവണ അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ. ഒന്നവള് വാവിട്ട് നിലവിളിച്ചതാ. അങ്ങനെയുള്ളവളാ ഈ ചതി ചെയ്തത്. അവൾക്കിനി എന്ത് സംഭവിച്ചാലും മാഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയാ ആ നഷ്ടം നികത്താൻ പറ്റുമോ മഞ്ജു? പറഞ്ഞ സമയത്ത് സിസേറിയൻ നടത്താൻ പറ്റിയിട്ടില്ല. മഹാലക്ഷ്മിയുടെ ബോഡി അത്രയ്ക്ക് വീക്കാണ്. എന്ന് കരുതി പേടിക്കണ്ട മോനെ. സാധാരണ നിലയിലേക്ക് മഹാലക്ഷ്മി തിരിച്ചു വരുമ്പോൾ സർജറി നടക്കും. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഡോക്ടർ? മഹാലക്ഷ്മിക്കൊന്നും സംഭവിക്കില്ല, ആ ഉറപ്പ് ഞാൻ തരാം. അപ്പോ കുഞ്ഞ്? കുഞ്ഞിനെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാ ഡോക്ടർ. എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. കുഞ്ഞിന്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ലാന്ന്
ഡോക്ടറുടെ ഇതുവരെയുള്ള സംസാരത്തിൽ നിന്ന് ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും കുഞ്ഞിന്റെ ജീവന് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ വലിയ കാര്യമില്ലേ കണ്ണ? എന്ന് വെച്ചാ അതുപോലൊരു വീഴ്ചയല്ലായിരുന്നോ? അയാളെ വീഴ്ത്തിച്ചവൾക്ക് ഇനി കണക്ക് പറയേണ്ടി വരും സാറേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ കണ്ണ. ഇനിയിപ്പോ ആർക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും ശരി, നമുക്കെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാ അതിന് പരിഹാരം കാണാൻ പറ്റുമോ? അങ്ങനെ നഷ്ടം സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ശ്രദ്ധക്കുറവുണ്ടല്ലോ, അത് കുറച്ച് കൂടിപ്പോയി. മഹാലക്ഷ്മി എന്തായാലും താൻ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോ ഏതു നേരവും ആ കുട്ടിയുടെ കൂടെ താൻ വേണമായിരുന്നു. കരുണ എന്ന പെൺകുട്ടിയെക്കുറിച്ച് തനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നല്ലോ. അവളെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണമായിരുന്നു. അവൾ പ്രതാപനും അയാളുടെ അമ്മയും വളർത്തിയ പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ഒരു പരിധിക്കപ്പുറം അടങ്ങി ഒതുങ്ങി നിൽക്കില്ല എന്ന്. കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് തന്നെയാ സ്റ്റെപ്പിൽ നിന്ന് പിടിച്ചു തള്ളിയത്. എന്നിട്ട് അവളുടെ അച്ഛനും അതുപോലെ തന്നെ കണ്ണന്റെ അമ്മാവനുമാ ഇപ്പൊ ലോക്കപ്പില്. അവളെ വെറുതെ വിടേണ്ട കാര്യമില്ലായിരുന്നു കണ്ണ. അവൾക്കും ജയിലിൽ കിടക്കാനുള്ള അർഹതയുണ്ട്. മനുഷ്യത്വം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമാ മോനെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റേണ്ടവരെയൊക്കെ അതിൻ്റെതായ സമയത്ത് തന്നെ വെട്ടിമുറിച്ച് കളയണം. അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഓക്കെ, ഇനിയിപ്പോ എന്റെ ജോലി തുടങ്ങാനുള്ള സമയമായി. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ തുടങ്ങാൻ പോവാ ഇച്ചായ. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വരും. അതിനൊരു സംശയവും വേണ്ട. ചെല്ല്. ശരി. താൻ വാടോ കണ്ണ. ദൈവത്തിന്റെ പിന്തുണയുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വരുമെന്ന് കരുതാം. താൻ വാ. ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുവാണോ? ഹലോ അമ്മേ. ഹലോ, അറിഞ്ഞു മോളെ കാര്യങ്ങള്? ഈ വിഷമങ്ങൾക്കിടയിലും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായല്ലോ. എന്നിട്ട് എന്താ മോളെ ഇങ്ങോട്ടൊന്ന് വിളിച്ച് വിവരം പറയാതിരുന്നേ? ഉണ്ണിയെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? അത് പിന്നെ സാഹചര്യങ്ങളൊക്കെ എതിരായതുകൊണ്ട് വിളിക്കാതിരുന്നതാ. സാഹചര്യം എതിരാണെന്ന് ആരാ പറഞ്ഞേ? മോള് ചെയ്തതേ പുണ്യപ്രവൃത്തിയാ. ഞാൻ എത്രയോ നാളായിട്ട് വിചാരിക്കുന്നതെന്നറിയോ അവളെ ഈ സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് തള്ളി താഴെ ഇടാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ എനിക്കും എന്റെ മോനും ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവിടെ പിന്നെ മോളായതുകൊണ്ടേ അവരൊക്കെ അങ്ങ് ക്ഷമിക്കും. ഇനി ആ കുഞ്ഞു പോയെന്നറിഞ്ഞ പിന്നെ സമാധാനമായിട്ട് മോള് ഉണ്ണിയും കൂടെ കുഞ്ഞിനെ ലാളിക്കുമ്പോഴേ അത് കണ്ട് കണ്ണ് മിഴിച്ചു നിൽക്കും ലക്ഷ്മിയും കണ്ണനും. അതായിരുന്നല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹവും. അതിനി നടക്കാൻ പോവാ മോളെ. മോളെ ഇടയ്ക്ക് കണ്ണൻ ഇവിടെ വന്നിരുന്നു. കണ്ണേട്ടൻ മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വേറെ എന്ത് പറയാനാ? അവൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടേ പൂജാമുറിയിൽ കയറി അയ്യപ്പ വിഗ്രഹത്തിന്റെ മുന്നില് വിളക്കം കൊളുത്തിട്ട് പോയി. മോളെ അങ്ങനെ അവൻ ചെയ്യണമെങ്കിലേ എന്തോ കുഴപ്പമുണ്ട്. അവൻ അത്രയ്ക്ക് സങ്കടത്തിലായിരുന്നു. അല്ല, മോളിങ്ങോട്ട് വരുന്നില്ലേ? ഇപ്പൊ വരുന്നില്ല അമ്മേ. എന്നാ പിന്നെ വരണ്ട മോളെ. മോളെ അവളെ തള്ളിയിട്ടതുകൊണ്ട് പിന്നെ കണ്ണനും മഞ്ജുവും മോൾ ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യൂന്ന് പറയാൻ പറ്റില്ല. മോളെ
എന്തായാലും ശരീരം സൂക്ഷിക്കണേ, ആരോഗ്യം നോക്കണേ. ശരി അമ്മ. ആ ശോ. ആരാ മോളെ വിളിച്ചത്? ഉണ്ണിയേട്ടന്റെ അമ്മയാ വിളിച്ച്. എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിച്ചതാണോ? അതെ. അയ്യോ, അവളുടെ ഭർത്താവിനെ കൊന്നത് പ്രതാപനാണെന്ന് അറിഞ്ഞോ? അതൊന്നും അറിഞ്ഞില്ല. എന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്നിട്ടും പ്രതാപനെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും അവള് ചോദിച്ചില്ലേ? അതൊന്നും അറിഞ്ഞില്ലെന്നാ തോന്നുന്നത്. അതേപ്പറ്റൊന്നും സംസാരിച്ചില്ല. അതുപോലെ തന്നെ അച്ഛൻ ചെയ്ത തെറ്റും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്നേഹത്തോടെ എന്നെ വിളിച്ച് സംസാരിക്കില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഏതായാലും നമ്മൾ സംശയിക്കുന്ന പോലെ നാളെ പത്രത്തിലെങ്ങാനും ന്യൂസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയും. അത് കഴിഞ്ഞാൽ ഈ സ്നേഹമൊക്കെ പമ്പ കിടക്കുകയും ചെയ്യും. മുത്തശ്ശി, എനിക്കിനി കഴിവുകെട്ട ഒരുത്തനോടൊപ്പം ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയാതിരിക്കും? ഞാൻ അമ്മയാവാൻ പോകുന്ന വാർത്ത അവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യം എന്നെ വിളിക്കേണ്ടത് എന്റെ ഭർത്താവാണോ അതോ ഭർത്താവിന്റെ അമ്മയാണോ? അതും ശരിയാ. ഉണ്ണിക്കു മോളെ ഒന്ന് വിളിക്കായിരുന്നു. അയാള് വിളിക്കൊന്നുമില്ല. അയാൾക്കറിയാം ഇതൊക്കെ അധിക ചെലവാന്ന്. പൈസ പോകുന്ന ഓരോ ഏർപ്പാടിനും അയാളെ കിട്ടില്ല. എന്നുവെച്ചാ സ്വന്തം കുഞ്ഞിന് വേണ്ടി പോലും കാൽ കാശ് അയാൾ ചെലവാക്കില്ല. അതുപോലൊരുത്തനോടൊപ്പം എത്ര കാലം ജീവിക്കാൻ പറ്റും മുത്തശ്ശി? മോളെ, എന്നാലും അവൻ കാണാൻ നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനല്ലേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ? എല്ലാരും പറയുന്ന ശരിയാ. ഈ പുറമേയുള്ള ചന്തമൊക്കെ കല്യാണത്തിന് മുൻപേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ പെൺകുട്ടികളെ നന്നായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആണുങ്ങളോടായിരിക്കും പെൺകുട്ടികൾക്ക് തിരിച്ചും സ്നേഹം. അവരെ മാത്രമേ ഭർത്താവായിട്ട് അംഗീകരിക്കാനും പറ്റൂ. എന്തായാലും അവന്റെ അച്ഛന്റെ മരണം എങ്ങനെയായിരുന്നെന്ന് അവന് ഉടനെ അറിയും. അതിനുശേഷം പിന്നെ അവനും ഈ ബന്ധം തുടരാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണനും പറയുമായിരിക്കും പ്രതാപന്റെ മോളെ ഇനി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്. പ്രതാപൻ അവന്റെ അച്ഛനെ കൊന്നെന്ന് മാത്രമല്ലല്ലോ ഇപ്പോ നമ്മുടെ പേരിലുള്ള കുറ്റം. അവന്റെ കെട്ടിയോളെ മോളെ സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് തള്ളി താഴെയിട്ടില്ലേ? പിന്നെ എല്ലാത്തിനും വേണം ഒരു വിധി. എത്ര രാജകീയമായിട്ട് നടത്തിയ കല്യാണ, എന്നിട്ടും അതിന്റെ പ്രയോജനം കിട്ടിയത് ലക്ഷ്മിക്ക് മാത്രം. കല്യാണം കഴിഞ്ഞ് അന്നു മുതല് മോൾക്കും എനിക്കും മോളുടെ അച്ഛനും കണ്ണീര് മാത്രം മിച്ചം. എന്റെ ദൈവമേ, എന്ന് തീരുതോ. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അമ്മയെ എന്തായാലും രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിന്റെ കാര്യത്തില് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞല്ലോ ഞാൻ. യെസ് ഡോക്ടർ. അത് പക്ഷേ പുറത്തു നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ടില്ല ഞാൻ. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം.
എന്റെ ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ഭഗവാനെ. എന്റെ ഭഗവാനെ, ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നീ ലക്ഷ്മിക്ക് കൊടുത്തില്ലേ? ഇനി ഞങ്ങൾക്ക് അല്പം സന്തോഷിക്കാനായിട്ട് ആ കുഞ്ഞു ജനിക്കല്ലേ. പ്രസവിച്ച കുഞ്ഞിന്റെ ജീവനോടെയുള്ള മുഖം അവക്ക് കാണാനുള്ള യോഗം ഉണ്ടാവല്ലേ. എന്റെ പ്രാർത്ഥന കേൾക്കണേ. ഭഗവാനെ, പെൺകുഞ്ഞ 5:10 ജനനം. ആ, അധികം കൈമാറണ്ട കേട്ടോ. മാസം തികയാതെ വയറ്റിന്നെടുത്ത കുഞ്ഞാ. അകത്തേക്ക് കൊണ്ടുപോക്കോളൂ. ശരി ഡോക്ടർ, കുഞ്ഞിന് തരൂ. സൂക്ഷിച്ചു വിട്ടോളൂ. ഡോക്ടർ, അയാൾക്കെങ്ങനുണ്ട് മഹിക്ക്? ആ, കർത്താവിന്റെ കൃപ കൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ശ്രദ്ധിച്ചായിരുന്നോ, കുഞ്ഞിന്റെ കഴുത്തിലൊരു മറുകുണ്ട്. അത് അന്ന് വിഷ ഉള്ളിൽ ചെന്നതിന്റെ ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഓപ്പറേഷൻ നടത്തുമ്പോ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. കുഞ്ഞിനെ അമ്മയും ഒരുപോലെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നെങ്കിലും അത് എത്രത്തോളം നടക്കുമെന്ന് സംശയമായിരുന്നു. കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെയാ എല്ലാം തുടങ്ങിയത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ശക്തമായതുകൊണ്ട് കർത്താവ് നമ്മളുടെ കൂടെ നിന്നതാ. കുറച്ചു നേരത്തേക്ക് ശരിക്കും ഭയന്നു പോയി ഡോക്ടർ. ഇപ്പൊ ഭയമൊക്കെ മാറിയല്ലോ. ഇനി എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്ക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കൂ. കുറെ നേരമായില്ലേ ഈ നിപ്പ് തുടങ്ങിയിട്ട്. എന്നാ ശരി. അങ്ങനെ കാണാൻ കാത്തിരുന്ന ആളെത്തി. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ കണ്ണേട്ടനൊരു അച്ഛനായി. ഇനി കൈപിടിക്കേണ്ടത് അഭിനന്ദിക്കേണ്ടതൊക്കെ ആ പോയ ഡോക്ടറെ. ഇന്നത്തെ ദിവസം അവർ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതെ, നേരത്തെ ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേ അവരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നിയത്. ഇനിയിപ്പോ ഇത് പലരോടും വിളിച്ചു പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ, തോമസ് സാറിനെ. ഞാൻ അനന്തോട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ. സാഗരേട്ടനോടും വിവരം പറയണമെന്ന്. ആ, എല്ലാവരെയും വിളിക്ക്. എല്ലാവരോടും വിവരം പറ മോളെ. ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി
എന്റെ മോള് പ്രാർത്ഥിക്കുന്ന കുടുംബ ദേവതകള് അവൾക്കൊപ്പം നിന്നു. കണ്ണൻ സാറാ? എടുക്ക്. ഹലോ സാറേ. ഞാനൊരു അച്ഛനായി മാർക്കോ, ഒരു മകളുടെ അച്ഛൻ. സാറേ, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ സാറേ? സിസേറിയനായിരുന്നു, കുറച്ച് കഷ്ടപ്പെട്ടു എന്നാ ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഇപ്പൊ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ല. അത് കേട്ടാ മതി സാറേ. ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥനയിലായിരുന്നു. ആ, ഞങ്ങളെല്ലാരും എന്ന് പറഞ്ഞ? അത് ഞാനും ലോപ്പസും ഒക്കെ. അപ്പൊ ലോപ്പസിനോട് വിവരം പറഞ്ഞേക്ക്. ശരി സാറേ. പ്രസവിച്ചു അല്ലേ? അതെ, പെൺകുഞ്ഞാണെന്നാ പറഞ്ഞത്. അപ്പോ ഇടയ്ക്കുണ്ടായ തടസ്സങ്ങളും നമ്മുടെ പ്രാർത്ഥനയിലൂടെ കൊഴിഞ്ഞുപോയി. ആ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെയോ ഒരു കറുത്ത മറുക് കാണണമല്ലോ. അന്ന് കൊടിയ വിഷം ഉള്ളിൽ പോയതല്ലേ? അതിന്റെ ഒരു അടയാളം എന്തായാലും കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കാണും. അമ്മ പറഞ്ഞാ പിന്നെ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി നേരിട്ട് കാണുമ്പോ അതേപ്പറ്റി പറയുമായിരിക്കും. നീയും നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ മാർക്കോ. ഇത്രയൊന്നും നീ ധ്യാനത്തിൽ ഇരിക്കാറുള്ളതല്ല. മഹാലക്ഷ്മിയുടെ പ്രസവ സമയത്ത് പല അത്യാഹിതങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അമ്മയൊരു മുന്നറിയിപ്പ് തന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു. അതുകൊണ്ട് പളനിയാണ്ടവനെ നേരിൽ കണ്ടതുപോലെയാ പ്രാർത്ഥിച്ചത്. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ദൈവങ്ങൾക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. എന്നു മാത്രമല്ല, നവഗ്രഹങ്ങളിൽ ഈശ്വരന്റെ സ്ഥാനം ശനീശ്വരനാണെങ്കിലും സാക്ഷാൽ ഭഗവാനായി മുരുക ഭഗവാൻ സങ്കല്പിച്ചിരിക്കുന്നത് വ്യാഴത്തെയാണ്. ആ വ്യാഴ ഭഗവാൻ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം 2-3 മാസം കഴിയുമ്പോ ചിങ്ങത്തിലേക്ക് മാറും. വീണ്ടും അത് കർക്കിടകത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. എന്നുവെച്ചാൽ ഭഗവാന് പോലും കുറച്ച് ചാഞ്ചല്യമുള്ള സമയമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മേലെയായിരിക്കും നമ്മുടെ വിധി. എങ്കിലും അമ്മ കണ്ണടച്ച ധ്യാനത്തിലിരുന്ന എനിക്ക് നല്ല ഉറപ്പാ, അമ്മ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് നടക്കാനുള്ള സാധ്യത ഒരുപാടാ. അങ്ങനെ മഹാലക്ഷ്മിക്കും കണ്ണനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. വീൽചെയറിലിരുന്ന ആ മോനോടൊപ്പം മഹാലക്ഷ്മി ചേരുമ്പോ ആർക്കും വിശ്വാസമില്ലായിരുന്നു അവർക്കൊരു ദാമ്പത്യം ഉണ്ടാവുമെന്ന്. ഇപ്പൊ അതുണ്ടായി എന്ന് മാത്രമല്ല, അവരുടെ പാരമ്പര്യം നിലനിർത്താൻ ഒരു കുഞ്ഞും ജനിച്ചു. ആ കുഞ്ഞിനി ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമേ. എന്താ ചിരിച്ചത്? ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നതേ കാർത്തിക നക്ഷത്രത്തിലാ, അതായത് കണ്ണമ്മോന്റെ നക്ഷത്രത്തിൽ. വൃശ്ചികത്തിലെ കാർത്തികയ്ക്കാണ് മോന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും മോൻ വീൽ ചെയറിലായതും. പക്ഷേ കാർത്തിക നീ പ്രാർത്ഥിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ നാളാ. അതുകൊണ്ട് അയ്യപ്പ സ്വാമിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹത്തിലാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കൊടിയ വിഷം അമ്മയുടെ ഉള്ളിൽ ചെന്നിട്ടും ആ കുഞ്ഞിന്റെ ജീവന് അപകടം ഉണ്ടായില്ല എന്ന് ഓർക്കണം. എന്നുവെച്ചാൽ ആ കുഞ്ഞ് ഒരു സാധാരണക്കാരിയല്ല. അത് ഇനി അങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലാവാനിരിക്കുന്നതേയുള്ളൂ.
സന്ധ്യാദീപത്തിന്റെ അടുത്ത് മനസ്സുരുകിയാ മോളെ മുത്തശ്ശിയിരിക്കുന്നത്. അപ്പോഴും എന്റെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ആ ലക്ഷ്മിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവരുതേന്ന്. അവൾ ഒരിക്കലും ഒരമ്മയാകരുതേന്ന്. ആ പ്രാർത്ഥന ചിലപ്പോ ബലിക്കും മുത്തശ്ശി. ഇനി അവളുടെ കുഞ്ഞു പോയാ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസുകാർ വരുമോ? വരുന്നെങ്കി വരട്ടെ. മോളെ, നല്ലൊരു വക്കീലിനെ കാണണം, കേസ് നടത്തണം. ചെലവ് ഒരുപാടാ, വരവൊന്നും ഇല്ലതാനും. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ള സമയ, കുഞ്ഞിനെ വിട്ടുകളയരുത് മോളെ. എത്രയായി? ഒരുത്ത് വരുന്നുണ്ട്. എന്തായി ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ? ലക്ഷ്മി പ്രസവിച്ചു, പെൺകുഞ്ഞ്. ഇത് കേട്ടിട്ട് രണ്ടുപേരുടെയും മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. ഹേയ്, ഉണ്ട്. വീണ്ടും നീ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുക. ഇനിയെങ്കിലും കുറച്ച് പക്വത കാണിക്കണം. അതെ, ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്ന് ഉണ്ണി അറിഞ്ഞോ? അതേപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഇവളുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് അവൻ അന്വേഷിക്കുമല്ലോ. അപ്പോഴവൻ അതിന്റെ കാരണം അറിഞ്ഞോളും. ആശുപത്രിയിൽ നിന്ന് മോളെയും കൊണ്ട് ഇറങ്ങുമ്പോ ഞങ്ങള് കണ്ണനെ കണ്ടായിരുന്നു. കണ്ണ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ആ സമയത്ത് അവൻ രണ്ടും കൽപ്പിച്ചെന്ന് മനസ്സിലായി. പിന്നല്ലാതെ കണ്ണന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്ന ഒരു അമ്മയാ ദേ ഇവള് തള്ളി താഴെയിട്ടത്. അത് കണ്ണൻ ക്ഷമിക്കൂന്ന് നിങ്ങൾ ആരും കരുതണ്ട. മോഹിനി, നീയൊന്നും പറഞ്ഞ കണ്ണൻ കേൾക്കാതിരിക്കോ? ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള അർഹതയും എനിക്കില്ല. നിങ്ങൾക്കൊക്കെ നന്നാവാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു, എന്നിട്ട് നന്നായില്ല. ഇനി എന്ത് വിധി ഉണ്ടായാലും അത് നിങ്ങളുടെയൊക്കെ കർമ്മഫലമാണെന്നങ്ങ് കരുതിക്കോ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതേപ്പറ്റി പോലും ചിന്തിക്കാതെയാ അവള് ഇത്രയും വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയത്. എനിക്കതിൽ പരാതിയൊന്നും ഇല്ല മുത്തശ്ശി. അല്ലെങ്കിലും അവർക്ക് ഒരു മോളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞു പോയാലും അവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല. എന്നാലും അവള് പ്രസവിച്ചല്ലോ മോളെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാത്തതാ മുത്തശ്ശി നല്ലത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിന്റെ ഓപ്പോസിറ്റാ എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ വേണ്ടിട്ടേ ആ പോയവളും അവളുടെ മോളും കൂടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് മോളെ. ഓ, മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷമായി. ഇത്ര നേരം പ്രാർത്ഥനയിലായിരുന്നു എന്നാ പറഞ്ഞേ. ചെറുപ്പത്തിലെ ഗുണ്ടായസത്തിലൊക്കെ പോയെങ്കിലും നന്മയുള്ളവനാ മാർക്കോ. അവന് ഗുണ്ടേന്നൊരു പേര് വേണമെങ്കിലും ശരിക്കും അവനൊരു നല്ല മനുഷ്യനാ. ഗുണ്ടേന്നും കൊലയാളിന്നൊക്കെ വിളിക്കേണ്ടത് പ്രതാപനെയും പിന്നെ നമ്മുടെ അമ്മാവനെയും അതുപോലെ മേഘനയൊക്കെയാ. പിന്നെ എന്റെ ആങ്ങളെയോ? അതെ, ആങ്ങളെയും അവന്റെ അമ്മയും ഒക്കെ ഈ പറഞ്ഞ പേരിന് അർഹരാ. അതുപോലെ തന്നെ കരുണയും അവളുടെ മുത്തശ്ശിയും. മഹിയെയും കുഞ്ഞിനെയും അതുപോലെ തന്നെ എന്നെയൊക്കെ നശിപ്പിക്കാൻ ഈ പറയുന്നവരൊക്കെ എന്തെല്ലാം ചെയ്തു. എന്നാ അതിന്റെയൊക്കെ അവസാനം അവർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ പറ്റിയോ? കണ്ണിട്ട് വീട്ടിലേക്ക് പൊക്കോ, ഞാനും മഞ്ജു ഇവിടെ ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ലക്ഷ്മി പ്രസവിച്ചു എന്ന് ഉണ്ണിയോടും അവന്റെ അമ്മയോടും പറയും. ആ പിന്നൊരു കാര്യം, നൂലുകെട്ട് കഴിഞ്ഞ് മഹിയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് എല്ലാരും കൂടി ഒന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചയില് നീ ഒരിക്കലും കൊണ്ടുപോകാൻ പറയില്ലല്ലോ. ഒരിക്കലും പറയില്ല.
ഇപ്പൊ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടത് മഹിയയാ. നാളെ ആ കുഞ്ഞിനെ തള്ളിയിട്ടാലോ? ശരിയാ കണ്ണേട്ടാ, അതിനൊന്നും മടിയില്ലാത്തവരാ എന്റെ അമ്മയും ആങ്ങളെയൊക്കെ. ഇപ്പോഴും നീ പല കാര്യങ്ങളും അറിയാനുണ്ട് മഞ്ജു. കരുണയുടെ അച്ഛന്റെയും നിന്റെ അമ്മാവന്റെയും ഒക്കെ പ്രവർത്തികൾ. പ്രതാപനെയും നമ്മുടെ അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കണ്ണേട്ടാ, അതെന്തിനായിരുന്നു? അതൊക്കെ ഞാൻ പറയാടി. ഇപ്പൊ ഞാനൊന്ന് വീട് വരെ പോയിട്ട് നീ നിന്റെ അമ്മാവനെയും കരുണയുടെ അച്ഛനെയൊക്കെ നാളെ നീ വെറുക്കും. അപ്പൊ ഞാൻ അറിയാത്തതായി എന്തോ ഉണ്ടല്ലോ ലേഖേച്ചി. ഏട്ടന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാ തോന്നിയത്. മഞ്ജു, പ്രതാപനേക്കാളും ദുഷ്ടനാണ് നിന്റെ അമ്മാവൻ. അയാൾക്ക് സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. അങ്ങനെ ഒരാളിന്റെ മകൻ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് തന്നെ മേഘൻ എന്നും ഇപ്പൊ കിടക്കുന്നത് പോലെ തളർന്നു കിടക്കുന്നതാ നല്ലത്. ആ എടാ, നീ കരുണയെ പിന്നെ വിളിച്ചായിരുന്നോ? ഞാൻ എന്തിനാ അമ്മയെ വിളിക്കുന്നത്? അവസാനമായിട്ട് ഞാൻ അവളെ കാണാൻ ചെന്നപ്പോ അവൾ എന്നെ വേണ്ടെന്നുള്ള രീതിയിലാ സംസാരിച്ചത്. എടാ മോനെ, കരുണ നമുക്കൊപ്പം നിൽക്കുന്നവളാ. അവള് മഹാലക്ഷ്മി സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമല്ല. അതിനെന്തിനാ അവളുടെ അച്ഛനെയും അമ്മാവനെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മഹാലക്ഷ്മി സ്റ്റെപ്പിയും താഴെ തള്ളിയിട്ടത് കരുണയാ. അപ്പോ കരുണയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം? എടാ മോനെ, എങ്ങനെയുണ്ടടാ ലക്ഷ്മിക്ക്? അത് പറയാൻ കൂടിയാ വന്നത്. മഹി അമ്മയായി. അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മരുമോള് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാനാണ് ശ്രമിച്ചതെങ്കിലും ആയുസ് നീട്ടുന്നതും കുറയ്ക്കുന്നതും ദൈവങ്ങളാ. ആ ദൈവങ്ങൾക്ക് തോന്നി അവർക്ക് കുറച്ചുകൂടി ആയുസ് കൂടുതൽ കൊടുക്കണമെന്ന്. എന്നാലുവേ ഈശ്വരന്മാര് കാത്തല്ലോടാ. അതിനുവേണ്ടിയല്ലല്ലോ അമ്മ ഇവനൊക്കെ പ്രാർത്ഥിച്ചത്. എന്തായാലും മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടവള് ഇപ്പൊ അമ്മയാവാൻ തയ്യാറെടുക്കുകയാണല്ലോ. അവളിനി അവളുടെ മുത്തശ്ശിക്കൊപ്പം കഴിഞ്ഞാ മതി. അവളെ ഇനി ഇങ്ങോട്ടൊന്നും കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന്. തൽക്കാലം ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അറിയാം. പ്രഗ്നന്റ് ആയ ഭാര്യയെ സംരക്ഷിക്കുന്നത് കുറച്ച് പണച്ചെലവുള്ള പണിയാ. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. അവളെ സമയാസമയത്ത് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊന്നും നിന്നെ പോലൊരുത്തനെ കൊണ്ട് പറ്റില്ലല്ലോ. അതൊക്കെ അവിടെ നിക്കട്ടടാ മോനെ കണ്ണ. എടാ, ഇപ്പോഴേ നിന്റെ അമ്മാവനും പ്രതാപനും പോലീസ് സ്റ്റേഷനിലാണോ? അതെ, നാളെ വൈകിയേ രണ്ടെണ്ണത്തിനെയും കോടതിയിൽ ഹാജരാക്കത്തുള്ളൂ. അതുവരെ പോലീസുകാർ മതം പൊട്ടിവരെ മയക്കാനുള്ള ശ്രമത്തില. അല്ല, അതിന് മാത്രം അവരെന്ത് കുറ്റാ ചെയ്തേ? നീ നിന്റെ ഭാര്യയെ കാണാൻ പോയിരുന്നോ? ഇടയ്ക്ക് പോയിരുന്നു. എന്നിട്ട് അവൾ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എടാ, ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. പറയില്ല. പറയാൻ അവൾക്കും അവളുടെ മുത്തശ്ശിക്കും പറ്റില്ല. പക്ഷേ അധിക നാളത് മൂടിവെക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. അമ്മ ഇവന് മാത്രമല്ല, ഈ ലോകം മുഴുവൻ അറിയാൻ പോവുക. വാമദേവൻ എന്ന അസുരനും പ്രതാപൻ എന്ന ലോറി ഡ്രൈവറും കൂടി കാട്ടിക്കൂട്ടിയ ചതികൾ. അതിന് കോടതി മാത്രമല്ല, മുകളിലൊരാളും അതിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. കോടതി വിധിയേക്കാളും ദയനീയമായിരിക്കും
ദൈവം ആ രണ്ടെണ്ണത്തിനും കൊടുക്കുന്ന ശിക്ഷ. എടാ അവൻ ഈ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്തുവാടാ? അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അതുപോലെ എന്തോ ഒരു കൊള്ളരുതായ്മ അമ്മാവനും എന്റെ അമ്മായച്ചനും കൂടെ ചെയ്തിട്ടുണ്ട്. അത് കരുണയുടെ അവളുടെ മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. എടാ ഏട്ടത്തി ഫോൺ എടുത്തില്ലടാ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കരുണ അടിമയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുമായിരുന്നോ? അതേപ്പറ്റി കണ്ണേണ്ടും മഹാലക്ഷ്മിക്കും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് കരുണയും മഹാലക്ഷ്മി ബ്ലാക്ക്മെയിൽ ചെയ്തത്. അവസാനം അവൾക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാ അവളെ തള്ളിയിട്ടത്. എടാ കുഞ്ഞു പോണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എന്നിട്ട് അത് നടന്നില്ലല്ലോ. ഇനിയിപ്പൊ കണ്ണന്റെ സ്വത്തുക്കൾക്കേ ഒരവകാശം കൂടിയായി. മേഘേട്ടൻ വീണതോടെ വലിയൊരു ശക്തിയമ്മേ നമുക്ക് ഇല്ലാതായത്. നീ അവന്റെ കാര്യമൊന്നും പറയണ്ട. എടാ അവൻ അതിനു മുന്നേ നമ്മളെ വീഴ്ത്തിയില്ലേ? ഓർമ്മ വെച്ച നാള് മുതല് മഞ്ജു അവനെയെന്നും പറഞ്ഞ് നടന്നതാ. എന്നിട്ട് കല്യാണത്തിന് മുമ്പേ തന്നെ അവൻ കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധം കൂടിയില്ലേ? എടാ ആ ബന്ധത്തിൽ അവനൊരു കുഞ്ഞും ജനിച്ചില്ലേ? അതിന്റെ ശിക്ഷയാ അവനിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നെ. അവന്റെ അച്ഛനെ ഇനി എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോയെന്നായി എനിക്ക് മനസ്സിലാവാത്തെ. കൂടെ കരുണയുടെ അച്ഛനും ഉണ്ടല്ലോ. രണ്ടാളും കൂടെ എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ടോ?